ഉക്രൈൻ റഷ്യയുമായിട്ടുള്ള വാർ തീർന്നാലും ഇല്ലെങ്കിലും ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. അമേരിക്ക റഷ്യയുമായിട്ട് അടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് UK ബേസ്ഡ് ടെലഗ്രാഫ് ന്യൂസ് പേപ്പറാണ്. അമേരിക്കയുടെ പുതിയ ഡിഫൻസ് സെക്രട്ടറി പീറ്റർ ഹേക്ക്, നിങ്ങൾക്കറിയാം, അദ്ദേഹം നേരത്തെ അമേരിക്കൻ ഡിഫൻസ് ഓഫീസറായിരുന്നു. പിന്നീട് ഫോക്സ് ന്യൂസിൻ്റെ കോൺട്രിബ്യൂട്ടറായിരുന്നു. അപ്പം അദ്ദേഹം പെൻറ്റഗൺ കൊടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത്, അതായത് പൊട്ടൻഷ്യലായിട്ടുള്ള സൈബർ അറ്റാക്ക് ഉള്ള ലോകത്ത് 3 രാജ്യങ്ങളാണ് അമേരിക്ക കൺസിഡർ ചെയ്യുന്നത്. 1 ചൈന, 2 ഇറാൻ, 3 റഷ്യ. അപ്പോൾ ഇതിനകത്ത് റഷ്യയുടെ പ്രയോറിറ്റി, അതായത് അത് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റുക, റഷ്യ ഒരു പൊട്ടൻഷ്യൽ ത്രട്ടല്ല എന്ന രീതിയിലാക്കാൻ വേണ്ടി സൈബർ യൂണിറ്റിനോട്, അതായത് മിലിറ്ററിയുടെ സൈബർ യൂണിറ്റിനോട് റഷ്യയുടെ പേര് മാറ്റാനും അതിൻ്റെ ആക്ടിവിറ്റീസ് തൽക്കാലം നിർത്താൻ വേണ്ടിയും ഡിഫൻസ് സെക്രട്ടറി പെൻറ്റഗണ് ഉത്തരവ് കൊടുത്തു. ഇതാണ് ടെലഗ്രാഫ് പത്രം റിപ്പോർട്ട് ചെയ്ത്. അതിനുശേഷം മറ്റുള്ള പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് ഉക്രൈന് കൊടുത്തിരിക്കുന്ന ഒരു അടിയാണ് ഈ സംഭവം. ഏകദേശം 150 പേരോളം അതായത് മാൻ പവറാണ് ഈ റഷ്യൻ സൈബർ അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് അമേരിക്കയിലും ഉക്രൈനിലും ജോലി ചെയ്യുന്നത്. കാരണം ഉക്രൈനിൽ റഷ്യ സൈബർ അറ്റാക്ക് അതിഭയങ്കരമായിട്ട് ചെയ്തു. അപ്പോൾ അവരോടും പറഞ്ഞു, ഈ റഷ്യ അങ്ങോട്ട് വരുന്ന സൈബർ അറ്റാക്കുകൾ പൂർണ്ണമായിട്ടും നിങ്ങൾ വിഡ്രോ ചെയ്യുക. കാരണം അതിൽ നിന്ന് പ്രയോറിറ്റി ആ ലിസ്റ്റിൽ നിന്ന് മാറ്റുക. അത് മാറ്റിക്കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിൻ്റാണ്, ഉക്രൈൻ്റെ പവർ ഗ്രിഡിനെ കയറി അറ്റാക്ക് ചെയ്യും. കാരണം നേരത്തെ അറ്റാക്ക് ചെയ്യും. അതിനുശേഷമാണ് സൈബർ ടീം വളരെ ശക്തമായിട്ട് അതിനെ പ്രതിരോധിച്ചത്. ഉക്രൈൻ്റെ കംപ്ലീറ്റ് ബാങ്കിങ് സിസ്റ്റം, നെറ്റ്വർക്ക്, ഇത് മുഴുവന് താറുമാറായിപ്പോൾ. ഇത് ബേസിക്കലി മനസ്സിലാക്കേണ്ട പോയിൻ്റാണ്. കാരണം അതിനകത്ത് ഈ ഉക്രൈൻ പ്രസിഡന്റ് കാണിച്ച മോക്കറിയാണ് ഇതിനെല്ലാം കാരണം. അപ്പോൾ പല ആവർത്തി ട്രംപ് പറയുന്നുണ്ട്, JD വാൻസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്രയും ഞങ്ങൾ ഉപകാരം ചെയ്തിട്ട് ഒരു താങ്ക്സ് പോലും പറയാൻ താങ്കളെ കൊണ്ട് കഴിയുന്നില്ല. ഇതിന് റിട്ടാലിയേഷനാണ് ഈ സംഭവം. പറഞ്ഞാൽ സൈബറിൽ നിന്നും, റഷ്യയുടെ സൈബറിൽ നിന്നും ആ അറ്റാക്ക് അത് എൻകൗണ്ടർ ചെയ്യുന്ന, അതായത് അതിനെ കൗണ്ടറായിട്ട് ചെയ്യുന്ന ആ ടീമിനെ മുഴുവനും തിരിച്ച് വിളിക്കുകയാണ്. അതായത് ഉക്രൈന് ഈ പറയുന്ന റഷ്യ സൈബർ അറ്റാക്ക്, അതായത് വാറുമായിട്ട് ബന്ധപ്പെട്ട് സൈബർ അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരു കുന്തവും ഇനിയും ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് അമേരിക്കയുടെ ചില ഫോഴ്സ് അവിടെയുണ്ട്, കാരണം ഉക്രൈനെ സഹായിക്കാൻ. ഇവരൊന്നും ചെയ്യത്തില്ല. ബാക്കി ഇത് കയറി അങ്ങ് അടിക്കും. അതായത് ഉക്രൈൻ്റെ കയ്യിൽ നിന്ന് മുഴുവനും ഈ കോമാളി മുഖാന്തരം ഇതിൻ്റെ ക്ലച്ചസ് അങ്ങ് പോയി. ഇത് അമേരിക്കൻ പത്രങ്ങളും മറ്റുള്ള യൂറോപ്യൻ പത്രങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തു. ഇത് വലിയൊരു നടപടിയാണ് ഈ സംഭവം. ഇപ്പം ആദ്യത്തെ സംഭവം അത് മാറിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ എന്ന് പറയുന്ന സംഭവം അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സംഭവം? റഷ്യക്കെതിരെയുള്ള സാങ്ഷൻ അമേരിക്ക അങ്ങ് പിൻവലിക്കുക. അപ്പോൾ പിന്നെ റഷ്യയുടെ പ്രശ്നം മാറി. അൾട്ടിമേറ്റായിട്ട് ഉക്രൈൻ ഒറ്റപ്പെട്ടു പോകും. ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പെട്ടെന്ന് ഉക്രൈനെ ഒന്ന് സഹായിക്കാനൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല. കാരണം വാർ റാവേജ്ഡ് കൺട്രിയാണ്. എവിടെയും കണക്ടിവിറ്റി ഇല്ല, ഒന്നുമില്ല. ഇവർ ഈ പറയുന്ന പോലെ ഇവർക്ക് ഫയർ ചെയ്യാനുള്ള ഷെൽസ് ഇല്ല, ഇവർക്ക് മാൻ പവർ കുറവാണ്. ഈ ആയുധങ്ങൾ അമേരിക്ക കൊടുത്താൽ മാത്രമേ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ഓവൽ ഹൗസിലും ഓഫീസിലും വൈറ്റ് ഹൗസിലും നടന്ന ഡ്രാമ എന്ന് പറയുന്നത് നിങ്ങളിത് ചെറുതായിട്ട് കാണണ്ട. കാരണം അമേരിക്കയാണ് സൂപ്പർ പോലീസ് പവർ എന്ന് പറയുന്നത്. ഇപ്പം ആദ്യത്തെ ഈ റഷ്യയെ ഈ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ആ സാധനം റഷ്യയിൽ മാറിക്കഴിയുമ്പോൾ ഇത് ശരിക്കും അത് ഉക്രൈനെ കയറിയ കൊലയ്ക്കും. പിന്നെ ഉക്രൈൻ്റെ ഈ സൈബർ അറ്റാക്ക്, അവരുടെ ബാങ്കിങ്, അവരുടെ ബിസിനസ് സംഭവങ്ങൾ, ഇതിൻ്റെ നെറ്റ്വർക്കെല്ലാം പൊളിഞ്ഞ നാശമായി പോവും. ഇന്നത്തെ വാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത്. അതേപോലെ അവരുടെ പവർ ഗ്രിഡ്, ഈ സംഭവം മുഴുവൻ തൊലഞ്ഞ് നാശമായി പോവും. ഇതാണ് ഈ കോമാളി ഓരോന്നും കാണിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യം യൂറോപ്യൻ യൂണിയനും പറഞ്ഞു, ബ്രിട്ടനും പറഞ്ഞു, ഫ്രാൻസും പറഞ്ഞ് സെറ്റിലാക്കേണ്ട സംഭവം
അതിനെ തൊലച്ച് നാശമായിട്ട് ഈ വാർ നീട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ ഒരു സീസ് ഫയർ സൊല്യൂഷൻ വരണം. അല്ലെങ്കിൽ ഈ പറയുന്ന റഷ്യ ഇത് കയറി അങ്ങ് അനത്തും ഇത്. കാരണം ഇവർക്ക് ഈ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കൊന്നും ഇല്ലെങ്കിൽ, അമേരിക്ക സഹായിച്ചില്ലെങ്കിൽ ഉക്രൈൻ എവിടെ കൊണ്ടിട്ടാണ് ഈ ഫയർ ചെയ്യുന്നേ? അതായത് ഒരു കാര്യം മനസ്സിലാക്കുക, വാർ ഫീൽഡിൽ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. സാറ്റലൈറ്റ് സ്പൈ അത് കൊടുക്കണം, അതിന് ഇൻഫർമേഷൻ കൊടുക്കണം, ഡാറ്റ കൊടുക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഫയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് ഫയർ കിട്ടിക്കൊണ്ടിരിക്കും. കാരണം ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് ഗ്യാപ്പ് കയറി വരികയാണ്. കാരണം ഇപ്പോഴത്തെ ടെക്നോളജി വാർഫെയറിൻ്റെ അകത്ത് കമ്മ്യൂണിക്കേഷൻ ഇല്ല എങ്കിൽ 100% തൊലഞ്ഞു പോകും. ഇതിന് ഏറ്റവും വലിയ തെളിവാണ് എന്താണ് ഇറാനിൽ സംഭവിച്ചത്. മുഴുവനും ജാം ചെയ്ത് കിടന്നു. എന്നിട്ടാണ് ഇസ്രായേൽ അവിടെ കയറി അടിക്കുന്നത്. അവിടെ മുഴുവൻ അവർ പുറത്തു പോലും പറഞ്ഞില്ല. ഇറാൻ പുറത്തു പോലും പറഞ്ഞില്ല. അവരുടെ സൈബറും മുഴുവനും നാശമായി കളഞ്ഞു. അവരുടെ ജാമറാക്കി, അവരുടെ റഡാറും സിസ്റ്റവും മുഴുവൻ ജാം ചെയ്ത് കളഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയായി. എന്നിട്ട് കയറി അടിച്ചു കഴിയുമ്പം ഇറാന് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അപ്പം ആദ്യത്തെ ഇത് കൊടുക്കുന്നു, അതിനുശേഷം ഓരോന്നായിട്ട് അങ്ങോട്ട് ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ പൂർണ്ണമായിട്ട് റഷ്യ ജയിക്കുകയാണ്. അപ്പം ഇവിടെയാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ ഈ ആവേശം കൊണ്ടൊന്നും പറയണ്ട. നിങ്ങൾ ഓരോ വെർട്ടിക്കൽസ് എടുത്ത് നോക്കുക. ഇവിടെ സറണ്ടർ ചെയ്യേണ്ട ഉക്രൈനാണ്. കാരണം വാർ ഒഴിവാക്കുക, ഏതെങ്കിലും രീതിയിൽ അമേരിക്കയുടെ കാല് പിടിച്ച് വാറിൽ നിന്ന് മാറുക, പിന്നീട് നെഗോഷിയേറ്റ് ചെയ്ത് ഡീൽ ഉറപ്പിക്കുക. ഇതല്ലാതെ ഉക്രൈന് മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല. ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എത്രമാത്രം സഹായിക്കാൻ സാധിക്കും? ഈ പറയുന്ന സൈബറിൻ്റെ ഈ സംഭവം ഇത് ഉക്രൈൻ്റെ വെടി തീർത്ത് കളയും. കാരണം എങ്ങനെ പിന്നെ ഇവർക്ക് ഫയർ ചെയ്യാൻ പറ്റുന്നത്? ഈ പറയുന്ന ടീമിനെ മുഴുവനങ്ങ് മാറ്റും. അത് കഴിഞ്ഞ് അമേരിക്കയിലുള്ള ഇവർക്ക് ഗൈഡൻസ് കൊടുത്ത് അവരെയും പിടിച്ചങ്ങ് മാറ്റും. വെടി തീർന്നു പോകും. ഇതൊക്കെ പുറമേ പറയാൻ നല്ലതാണ്, ഈ ഡ്രാമയും അതും ഇതുമൊക്കെ. പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് അതിനേക്കാളും ഭീകരമാണ്. കാരണം എങ്ങനെ നേരിടും? റഷ്യ വലിയ പവർഫുള്ളാണ് നേഷൻ. ഉക്രൈൻ പുതിയതായിട്ട് വന്ന് സപ്പോർട്ടീവായിട്ട് കടന്നുപോയ രാജ്യമാണ്. അവർക്കൊന്നും ചെയ്യാം. ഈ കോവാളി മുഖാന്തരം ആ രാജ്യം പൂർണ്ണമായിട്ട് ഇല്ലാതാകും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. കാരണം ഇത് വളരെ സീരിയസ് ഇഷ്യൂ ആണ്. കണ്ടറിയാം എന്താണ് ഇനി ഫർദർ സംഭവിക്കാൻ പോകുന്നത്.